സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചില ആളുകൾക്ക് ഒട്ടും തന്നെ അത് ഇഷ്ടമല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് മുഴങ്കാൽ മടക്കി എന്നാൽ എന്താണെന്ന് ആളുകൾ ചോദിച്ചേക്കാം. എന്താണ്? എത്ര പേർക്കറിയാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്നത്? നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന എല്ലാവർക്കും അറിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ശീലമാണ്. അത് എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും, താഴെ മണലിന്മേൽ ഇരിക്കുകയാണെങ്കിലും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിംഗിൽ എല്ലാവരും തന്നെ അങ്ങനെ പ്രാർത്ഥിക്കും. 60,000-70,000 ആളുകൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത്, അപ്പോൾ ദൈവത്തിന്റെ സന്നിധി ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്, ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചതാണ്. എത്രയോ ആളുകൾ പശ്ചാത്തപിക്കുമായിരുന്നു. മുഴങ്കാലിലുള്ള പ്രാർത്ഥന മറക്കരുത്. നിങ്ങൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യമില്ല എങ്കിൽ, നിങ്ങൾ ആ കസേര മുൻപോട്ട് നീക്കിവെച്ചിട്ട് കസാരയുടെ മേൽ കൈവച്ചിട്ട് അവിടെ മുഴങ്കാൽ മടക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കട്ടിലിന്റെ വശത്ത് താഴെ ഇരുന്നു കൊണ്ട് കട്ടിലിന്മേൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. യേശു കർത്താവായിട്ടും മുഴങ്കാൽ മടക്കി നോക്കൂ. അവൻ ലോകരക്ഷകനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ കർത്താവ്, അവൻ ജഡശരീരത്തിൽ ആയിരുന്നതായ സമയത്തും കണ്ണുനീരോടുകൂടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാച് ഞെട്ടി വിറയ്ക്കും. നീ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതായ ഏകാഗ്രത, നീ കസേരയിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, യേശുവേ. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് കതക് ലോക്ക് ചെയ്തായിരുന്നോ ഇല്ലയോ? അയ്യോ, വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ പട്ടിയൊക്കെ കയറുവാനിടയാകും. കറിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അയ്യോ, അത് പട്ടി തിന്നുമായിരിക്കുമോ? വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കറിക്ക് സാധനം വാങ്ങണം. ഇതാണോ പ്രാർത്ഥന? എന്താണ്? പ്രാർത്ഥന ആരംഭിക്കുന്ന സമയത്ത് ചിലരുടെ മനസ്സാണെങ്കിൽ എവിടേക്കോ യാത്ര ചെയ്യാനിടയാകും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഉറക്കെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോവുകയില്ല. നിങ്ങൾക്കപ്പോൾ മറ്റു ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പൗലോസ് വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഏതവസ്ഥയിലും അവൻ പ്രാർത്ഥിച്ചിരുന്നു. അവനെ ജനമെല്ലാം ഒരുപാട് ഉപദ്രവിച്ച്, ദണ്ഡിപ്പിച്ച്, കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അനങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ നമ്മളായിരുന്നെങ്കിൽ അയ്യോ കർത്താവേ എന്ന് കരയും. അവരെന്താണ് ചെയ്തത്? പാട്ടുകൾ പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചതായ സമയത്ത് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകി. അതായിരുന്നു പ്രാർത്ഥന. ഇന്ന് പിശാചിനെ കണ്ടുകൊണ്ട് നാം പേടിക്കുകയാണ് ചെയ്യുന്നത്. നാം മുഴങ്കാലിൽ നിന്നാൽ അവൻ ഞെട്ടിവിറയ്ക്കാനിടയാകും. പൗലോസ് സകല സാഹചര്യങ്ങളും നേരിടുവാനിടയായി. അവൻ എല്ലാ പ്രതികൂലത്തെയും തരണം ചെയ്ത് മുൻപോട്ട് പോയതിന്റെ കാരണം മുഴങ്കാലിലുള്ള പ്രാർത്ഥനയായിരുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായി. അവൻ സഭയ്ക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാനിടയായി. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഏത് ശക്തിയാണ്? നിങ്ങളുടെ ശരീരം സുഖമായിരിക്കണം, ശരീരത്തിലുള്ളതായ രോഗങ്ങൾ മാറണം, ബലഹീനതകൾ അഴിഞ്ഞു പോകണം. ഇതാണ് ഇന്നുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥന. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന, നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് നീ ആത്മീയ ശക്തി പ്രാപിക്കുവാൻ. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ശരീരത്തെ നമുക്ക് അനുസരിപ്പിക്കാൻ കഴിയും. ശരീര ഇച്ഛകളെ ജയിക്കാൻ കഴിയും. ലോകത്തിന്റെ മോഹത്തെ ജയിക്കാൻ കഴിയും. പിശാചിനെ ജയിക്കുവാൻ കഴിയും. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും. കർത്താവ് എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് യേശുക്രിസ്തു ഉള്ളത്? റുമേനിയ എന്ന രാജ്യത്ത് യേശുക്രിസ്തു ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെയായിരുന്നതായ സമയത്ത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഒരു നല്ല റോസാപുഷ്പം കൊണ്ടുവന്ന് ആ കാരാഗൃഹത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നെൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്, ഈ റോസാപുഷ്പം എനിക്ക് കൊടുക്കണം അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെടാനിടയായി. മിണ്ടരുതെന്ന് പറഞ്ഞു. എന്താണ് അങ്കിൾ അങ്ങനെ ദേഷ്യപ്പെടുന്നത്?
യേശു വലിയ ദൈവമാണ്, സ്നേഹവാനാണ്. എവിടെയാണ് യേശു ഉള്ളത്? എവിടെയാണ് ദൈവമുള്ളത്? എവിടെയാണ് യേശു? അയ്യോ, എന്താണെങ്കിൽ ഇതുപോലും അറിയില്ലേ? യേശു എൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. എവിടെയാണുള്ളത്? ഇതുപോലും അറിയില്ലേ നിങ്ങൾക്ക്? യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതായ ദൈവമാണ്. കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടോ? നിന്റെ ഹൃദയം വിശുദ്ധി അല്ല എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയില്ല. നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ നീ ക്ഷണിച്ചില്ലെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് വരികയില്ല. ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് വരും. തുറന്നില്ലെങ്കിൽ വാതിൽ പൊളിച്ചു വരുമെന്നുണ്ടോ? വാതിൽ തുറന്നില്ല ഞാൻ തല്ലുമെന്നുണ്ടോ? ഇല്ല. നീ തുറക്കൂ. എൻ്റെ മകനേ, നിന്റെ വാതിൽ തുറക്കൂ. കർത്താവ് വാതിൽക്കൽ നിൽക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കയ്യിലൊരു റാന്തൽ വിളക്കുണ്ട്. ആ വാതിൽപ്പടി നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറെ വള്ളികൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് ദിവസങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങൾ ആയിട്ട് രാത്രിയും പകലും നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിന്റെ വയസ്സ് എത്രയാണ്? അത്രയും വർഷങ്ങളായിട്ട് അവൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തട്ടുന്നു. എന്നാൽ നീ അത് തുറന്നില്ല. വാതിൽ തുറന്നു കൊടുത്താൽ നീ ഭാഗ്യവാനാണ്. എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ ഞാൻ 18-ാമത്തെ വയസ്സിൽ കർത്താവിനെ തുറന്നു. എൻ്റെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിന്റെ എല്ലാം കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നതാണ്. കർത്താവ് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നതാകട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതാകട്ടെ എനിക്ക് അസാധ്യമാണ്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സ്നേഹിതർ അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി മരിച്ചു പോകുവാനിടയായി. എന്നാൽ ഞാൻ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. എന്നെ അവൻ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ്. കൈയടിച്ചാൽ എനിക്ക് സന്തോഷമുണ്ടാകില്ല. നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? എങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകും. കർത്താവ് ഹൃദയത്തിൽ ഉള്ളവർ, കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നവർ മാത്രം കൈകളടിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തിലല്ലേ വസിക്കുന്ന? ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി പോകുമല്ലോ. സാധാരണക്കാരായ ഞങ്ങളുടെ ഹൃദയത്തിൽ അവൻ വസിക്കുമോ എന്ന് ചോദിക്കുമോ? അവൻ എവിടെയാണെങ്കിലും അവൻ ലോകത്തിൽ ജഡ ശരീരത്തിൽ ആയിരുന്ന സമയത്ത് ഗലീലയിലാണെങ്കിൽ നസ്രത്തിൽ കാണില്ലായിരുന്നു, നസ്രത്തിലാണെങ്കിൽ യെരൂശലേമിൽ കാണില്ലായിരുന്നു. അവൻ ശരീരത്തിൽ ആയിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ ആത്മസ്വരൂപൻ ആയിരിക്കുന്നത് കൊണ്ട് എവിടെയാണെങ്കിലും എത്ര ആളുകളിലും അവന് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടായി സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി അവൻ അറുക്കപ്പെട്ടത്. അവൻ ഒറ്റ പ്രാവശ്യമായി ക്രൂശിൽ ബലിയായി തീരുവാനിടയായത്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കേണ്ടതിന്. ഒരു കലണ്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. യേശുക്രിസ്തു എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. യേശുവിന്റെ ഫോട്ടോ ഒരു ചിത്രകാരന്റെ ഭാവന മാത്രമാണ്. ആ കാലത്ത് യേശുവിന്റെ ചിത്രം ആരും എടുത്തിട്ടില്ല. അന്ന് ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു. വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്നാൽ ആ കാലത്ത് ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു. ആരും അവന്റെ ഫോട്ടോ എടുക്കുവാനിടയായില്ല. അവന്റെ മുഖത്തിന്റെ ആകൃതി ഏകദേശം ആകൃതി അനുസരിച്ച്, ആൾക്കാരുടെ ഊഹം അനുസരിച്ച്, ആ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ രൂപങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി. അവൻ നല്ല ഉയരമുള്ള വ്യക്തിയായിരുന്നു. 6 അടി ഉയരമുള്ളവനായിരുന്നു. അവന് വിശാലമായ നെറ്റിത്തടം ഉണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ നീല നിറമായിരുന്നു. അവന് നീളമുള്ള മുടിയുണ്ടായിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കി ചില ആളുകൾ ചിത്രീകരിച്ചു. അതല്ലാതെ ഇന്നുള്ള സിനിമാ നടന്മാര് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് ആക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ പാട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കാണിക്കുമ്പോൾ ഈ ആക്ടറിന്റെ മുഖം കാണിക്കുന്നത് കൊണ്ട് ഇവനാണ് യേശു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരു ആക്ടറിനും യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ കാണിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ മക്കൾക്ക് അവന്റെ സ്വഭാവവും സ്നേഹവും ഒക്കെ കാണിക്കുവാൻ കഴിയും, എന്നാൽ അവന്റെ രൂപത്തെ കാണിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ, അതുപോലെ അവൻ തന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന്. എപ്പോഴും ഓർക്കുക, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്തെന്നാൽ അല്പസ്വല്പം കൊടുക്കുന്ന ദൈവമല്ല അവൻ. ഒരു റേഷൻ പോലെയല്ലേ? നമുക്കറിയാം, റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മതിയാകുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെയല്ല അവൻ കൊടുക്കുന്നവൻ. ധാരാളമായി കൊടുക്കുന്നവനാണ്. നാം ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നൽകുന്നവനാണ് അവൻ. തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം നമുക്ക് നൽകുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യം നോക്കിയല്ല, അവന്റെ മഹത്വം നോക്കിയാണ് അവൻ തരുന്നത്. വലിയ ആളുകളുടെ വിവാഹം നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊക്കെ ചെയ്യുമെന്ന്? അവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുവാൻ ഒരുപാട് ചിലവ് വഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇടയാകും.
എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, മഹത്വമുള്ള ദൈവം, അവനോട് ചോദിക്കുന്നവർക്ക്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എണ്ണുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം പൂർണ്ണനാകുന്ന ദൈവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പൗർണമി സമയത്ത് ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനായിട്ട് വലിയ പ്രകാശം നൽകുന്നത് കാണാം. സമ്പൂർണൻ. എന്നിൽ പാപമുണ്ടെന്ന് ആർക്ക് ബോധിപ്പിക്കുവാൻ കഴിയും? ആർക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. പാപമില്ലാത്തവനായിരുന്നു, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, പരിശുദ്ധനാണ്, ആദിയും അന്ത്യനുമായവൻ. യേശുക്രിസ്തുവിനെ കുറ്റം വിധിക്കുന്നതിനായി, യേശുക്രിസ്തുവിനെ പഴി പറയുന്നതിനായി, ബൈബിളിനെ കുറ്റം വിധിക്കാനായി, യേശുക്രിസ്തുവിനെ പരിഹസിക്കാനായി തലമുറയിലുള്ള അനേകം ആളുകൾ പല പല കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടുന്നുമൊക്കെ ചെയ്യാറുണ്ട്. പല പല രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ സൂര്യനിൽ ഒരു മറുക് കാണിക്കുവാൻ കഴിയുമോ നിങ്ങൾക്ക്? സൂര്യപ്രകാശത്തിൽ നിങ്ങൾക്കൊരു കറുപ്പ് കാണിക്കാൻ ഒരു പക്ഷെ കഴിയുമായിരിക്കും. എന്നാൽ സമ്പൂർണനായിരിക്കുന്ന കർത്താവ്, തേജോമയനായിരിക്കുന്ന കർത്താവിൽ ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. നാം അവൻ്റെ മക്കൾ ആയിരിക്കുമ്പോൾ, അവനിൽ നാം വിശ്വസിക്കുന്നവർ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അതല്ല, സമ്പൂർണനായ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം? അപൂർണരായിരിക്കണമോ? വലിയ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം? ദരിദ്രന്മാരായിരിക്കണമോ? ക്രിസ്ത്യാനികൾ എന്നു നാം പറയുന്നു, എന്നാൽ ക്രിസ്തുവിന്റെ ഗുണഗണങ്ങൾ നമ്മിൽ കാണുകയേ ഇല്ല. വിശ്വാസികളെന്ന് പറയുന്നു, എന്നാൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അല്പം പോലും കാണുന്നില്ല. ഒരാൾ നെയ്ക്കുമ്പളം എന്ന് പറഞ്ഞ് വിൽക്കാൻ വന്നപ്പോൾ അമേരിക്കയിൽ വളർന്നതായ ഒരു പെൺകുട്ടി വന്ന് നെയ്യ് എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് അറിയാതെ നെയ്ക്കുമ്പളം എന്ന് പറഞ്ഞു കേട്ടിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. കുമ്പളങ്ങ വാങ്ങിയിട്ട് മുറിച്ചു നോക്കിയിട്ട് നെയ്യ് വരുമെന്ന് പറഞ്ഞ പാത്രത്തിൽ ഒഴിക്കുകയാണ്. അതിന്റെ മണം നോക്കിയപ്പോൾ നെയ്യുടെ മണം പോലുമില്ല. അതിന്റെ പേര് നെയ്ക്കുമ്പളം എന്നാണ്. നെയ്യ് എവിടെയാണ്? അതുപോലെ നമ്മുടെ പേര് വിശ്വാസികളാണ്. വിശ്വാസം എവിടെ? വിശ്വാസമില്ല. വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് സാധ്യമല്ല. നിങ്ങൾ സമ്പൂർണരായ ദൈവത്തിങ്കൽ പരിപൂർണരായി മാറേണ്ടതിന് നാം എത്ര പൂർണ്ണരാകാൻ ശ്രമിച്ചാലും നമുക്ക് അങ്ങനെ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാറ്റിനെയും മേൽ നമുക്ക് സ്നേഹത്തിന്റെ ആവരണം ഉണ്ടായിരിക്കണം. സ്നേഹമാണ് നമ്മെ പരിപൂർണരാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് 10 കൽപ്പനകൾ കർത്താവ് 2 കൽപ്പനയാക്കി മാറ്റിയത്. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ. അപ്പോൾ നീ പൂർണ്ണനായി മാറും. നീ എൻ്റെ കൽപ്പന അനുസരിക്കുന്നവനായി മാറും, പൂർണ്ണനായി മാറും. ഈ കാലത്ത് നോക്കുക, ദൈവത്തെക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്നവരാണ് ഇന്നുള്ള ക്രിസ്ത്യാനികൾ പോലും. അങ്ങനെയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ മുൻപും പിൻപും നോക്കാതെ തന്നെ പറയാൻ കഴിയും സമാധാനമെന്ന്. നിനക്കുള്ള സകലതും എടുത്തു മാറ്റും, ഒന്ന് മാത്രം നിനക്ക് നൽകും. നിനക്ക് എന്ത് വേണം പറയൂ. അപ്പോൾ ബൈബിൾ എന്ന് പറയുമോ? എന്താണ് പറയുന്നത്? ആ സെൽഫോൺ മാത്രം എനിക്ക് തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. അതിൽ കൂടി ഫുഡ് ഓർഡർ ചെയ്യാൻ കഴിയും, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, ഹോം ഡെലിവറി ചെയ്യും. അതെനിക്ക് കയ്യിൽ കിട്ടിയാൽ മതി. അതെനിക്ക് നല്ല നേരം പോക്കാണ്. പിശാച് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. നെറ്റിൽ കയറി നോക്കാൻ കഴിയും, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാൻ കഴിയും, എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയും. ആ ചപ്പും ചവറും ഒക്കെ എനിക്ക് നോക്കാൻ കഴിയും. എല്ലാം നോക്കിയിരുന്നിട്ട് ഉറക്കം വരാതെ രാത്രി മുഴുവൻ തലചൊറിഞ്ഞുകൊണ്ട് ഇരിക്കാം. എന്താണിത്? ഈ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ 2-3 മണിക്കൂർ കണ്ണുകൾക്ക് വിശ്രമമില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരികയില്ല. നിങ്ങൾക്ക് 12 മണിക്ക് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഒരു രാത്രി 9-9:30 ആകുമ്പോഴത്തേന് നിങ്ങളുടെ സെൽഫോൺ ഓഫ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ഉറക്കം വരികയുള്ളൂ. 12 മണിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി 12 മണി വരെ നിങ്ങൾ സെൽഫോൺ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് 3 മണി വരെയും ഉറക്കം വരികയേ ഇല്ല. അതുകൊണ്ടാണ് ഇന്നുള്ള മനുഷ്യനൊന്നും നേടുവാൻ കഴിയാത്തത്, അവരുടെ മനസ്സിനെ നശിപ്പിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ പാപമുണ്ട്. വെളിയിലെ പാപം കാണുമ്പോൾ നിന്റെ ഹൃദയത്തിലെ പാപം തുള്ളിച്ചാടും. വെളിയിൽ പാപമുണ്ട്, നിന്റെ ഹൃദയത്തിലും പാപമുണ്ട്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. ദാവീദ് പറയുകയാണ്, മനുഷ്യൻ പാപത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. പാപത്തെ എന്താണ് ചെയ്യുന്നത്? സംഗ്രഹിക്കുന്നു. ഒരു കാന്തം കൊണ്ടുവന്നിട്ട് ചില ലോഹങ്ങളുടെ അടുക്കൽ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്വർണമുണ്ടെങ്കിൽ കാന്തത്തിനോട് പറയും,
നീ സ്വർണത്തെ ആകർഷിക്കൂ. അതിനെത്ര വിലയാണെന്നറിയാമോ? തുരുമ്പ് പിടിച്ചതായ ഇരുമ്പിന്റെ വസ്തുക്കൾ എന്തിനാണ് നീ അത് മാത്രം ആകർഷിക്കുന്നത് എന്ന് നീ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ടും വീണ്ടും ഇങ്ങനെ കാണിക്കൂ. എന്താണ് ആകർഷിക്കുന്നത്? അതിന്റെ സ്വഭാവമാണത്, മനുഷ്യന്റെ സ്വഭാവമാണത്. എല്ലാ വ്യക്തികളിലും നല്ലതുണ്ട്, നല്ലത് നാം എടുക്കുകയില്ല. ഓരോരുത്തരുമുള്ളതായ ചീത്തയായ വശങ്ങൾ മാത്രമാണ് നാം എടുക്കാറുള്ളത്. എന്താണ്? പാപം നാം എടുക്കുകയാണ്. അതുകൊണ്ടാണ് ദിവസം ചെല്ലുന്തോറും ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണോ നല്ലതാവുകയാണോ? ദിവസം തോറും ദോഷമുള്ളതായി മാറുന്നു. കാരണം എൻ്റെ കുറ്റങ്ങൾ നീ കണ്ടുപിടിക്കുന്നു, നിന്റെ കുറ്റങ്ങൾ ഞാൻ എടുക്കുന്നു. എല്ലാവരും കുറവുകളും കുറ്റങ്ങളും മാത്രം എടുക്കുന്നു. അതുകൊണ്ട് മുൻപോട്ട് പോകുന്തോറും ലോകം നശിക്കുന്നു. ദൈവം ഭൂമിയെ ആദ്യം നോക്കിയപ്പോൾ ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു. പണ്ട് കാലത്ത് പറയുമായിരുന്നു മനുഷ്യന് ഒരു വാക്കും പശുവിനൊരു അടിയും മതിയെന്ന്. എന്നാൽ ഇന്ന് പശുവിനോടൊരു വാക്ക് പറഞ്ഞാൽ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അത് ഓടി വരും. എന്നാൽ മനുഷ്യനോട് പറയുകയാണ് ഇവിടെ വാടാ എന്ന് പറഞ്ഞാൽ വരുമോ? വാടാ 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 എന്ന് വിളിച്ചാൽ അവനെ നിർബന്ധിച്ചിട്ടും അവിടെ ചെന്നിട്ട് അടിച്ചെങ്കിൽ മാത്രമേ വരികയുള്ളൂ. എന്താണ്? മനുഷ്യനിൽ അനുസരണക്കേട് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇങ്ങനെയുള്ള അനുസരണം കെട്ട ലോകത്തിൽ, ഇങ്ങനെ പാപം പെരുകിക്കൊണ്ടിരിക്കുന്നതായ ദിനങ്ങളിൽ ലോകത്തിന്റെ സ്നേഹത്തിൽ വീണു പോകരുത്. ഈ ലോകത്തിന്റെ സ്നേഹം ദൈവത്തിന് വിരോധമാണ്. അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. എങ്കിലേക്ക് നോക്കുക, എന്റെ കാൽപാതകളെ പിന്തുടരുക, എന്റെ പൂർണ്ണതയിൽ നിങ്ങളും പൂർണ്ണരായി മാറുക. അതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. എന്റെ സഭയിൽ വരുന്ന ആളുകളെല്ലാം, എന്റെ മീറ്റിംഗിൽ വരുന്നതായ എല്ലാ ആളുകളും വലിയ വലിയ ആളുകളായി മാറണം. അവർക്ക് ഒരുപാട് സമ്പത്ത് വർദ്ധിക്കണം. അവർ ഒരുപാട് പണം ഉള്ളവരായിട്ട് വലിയ വലിയ ആളുകളായി മാറണമെന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നില്ല. അവർ വിശ്വാസത്തിൽ വളരണം, അവർ തികഞ്ഞവർ ആകണം, അവർ സ്നേഹമുള്ളവരാകണം, അവർ കർത്താവിൽ വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചത്. അവർ നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് വായിക്കാം, സ്നേഹത്തിൽ 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 വേര് ഊന്നി അടിസ്ഥാനപ്പെട്ടവരായി. എത്ര അർത്ഥവത്തായ, എത്ര മനോഹരമായ ദൈവത്തിന്റെ വചനമാണ് നാം വായിക്കുന്നത്. ഇത് ധ്യാനിച്ചു വായിക്കുക, വേഗത്തിൽ വായിച്ചു പോകരുത്. എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. നിങ്ങൾ ആൽമരം കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? പറയൂ. വലിയ കാറ്റടിക്കുന്നതായ സമയത്ത് പലപ്പോഴും മറ്റു മരങ്ങളൊക്കെ ഒടിഞ്ഞു പോകുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആൽമരം വീഴുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയൂ. എന്തുകൊണ്ടാണ് അത് വീഴാത്തത്? അതിൻ്റെ വേര് പടർന്നിരിക്കുന്നു. വേര് ആഴങ്ങളിലേക്ക് പോകാനിടയാകും. അതുമാത്രമല്ല, എക്സ്ട്രാ അതിന് വേരുകൾ വരും. അത് വളരുന്ന സമയത്ത് എന്തുണ്ടാകും? അതിന് വശങ്ങളിലും പുതുതായിട്ട് വേര് വന്നിട്ട് അത് സ്ഥിരമായി നിൽക്കുവാൻ ഇടയാകും. ആർക്കും അതിനെ കുലുക്കാൻ കഴിയില്ല, വീഴിക്കാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസവും അങ്ങനെ ആയിരിക്കണം. ഊതിയ താഴെ വീഴുന്നത് ആയിരിക്കരുത്. നമ്മുടെ ഭക്തി എങ്ങനെയുള്ളതാണ്? എന്ന് പറഞ്ഞാൽ വീഴുന്നതാണ്. കാട്ടിൽ പോകാം, കൂട്ടിൽ പോകാം. കാട്ടാനെ കണ്ട പേടിയുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചപ്പോൾ അത് പേടിച്ചു പോയല്ലോ. പിന്നെ ആന വന്നാൽ നീ അങ്ങനെ പേടിക്കാതെ ഇരിക്കും. ക്രിസ്ത്യ വിശ്വാസവും അങ്ങനെയാണ്. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി വിശ്വസിക്കും, മരിച്ചു പോയാലും ഞാൻ എനിക്ക് കർത്താവിന് സാക്ഷിയായി നിൽക്കണം. ആരാടാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമസ്കാരം എന്ന് പറഞ്ഞു പോകും. അനേകം ആളുകൾക്കും സ്ഥിരമായ വിശ്വാസമില്ല. എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ ആരോഗ്യം പോയാലും, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും ശരി. ഇയ്യോബിനെ നോക്കൂ, സകലതും നഷ്ടപ്പെട്ടു. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തെ അവന് കുറ്റം പറഞ്ഞില്ല. ഈ കാലത്ത് അങ്ങനെ വിശ്വാസമുള്ള ഭക്തന്മാർ എത്ര ആളുകളുണ്ട്? പൗലോസ് പറയുന്നു, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഇനി വായിക്കാം, അടിസ്ഥാനപ്പെട്ടവരായി. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, വീതിയും നീളവും ആഴവും ഉയരവും എന്തോന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. എന്തുകൊണ്ട് ഗ്രഹിക്കണം? എന്തിനാണ് വിശ്വാസികൾ കൂട്ടായ്മയായി വരേണ്ടത്? എന്തുകൊണ്ടാണ് ഞായറാഴ്ച ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കേണ്ടത്? എന്തിനാണ് നാം എല്ലാവരും ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നാം എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നത്? എന്തിനാണ് നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? സകല വിശുദ്ധന്മാരോടും കൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും വീതിയും എല്ലാം ഗ്രഹിക്കുന്നതിന് വേണ്ടി. ഈ ഹാള് അളക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കഴിയുമോ? ഒരാളെ കൊണ്ട് അളക്കാൻ കഴിയുമോ? ഒരാൾക്ക് സാധിക്കുമോ? ഇതിനേക്കാൾ വലിയ ഒരു ഹാളുണ്ട് എന്നുണ്ടെങ്കിൽ, അത് അളക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരാളെ കൊണ്ട് കഴിയുമോ? ആ മൂലയ്ക്ക് ഒരു ടേപ്പ് പിടിച്ചാൽ ഈ മൂലയ്ക്ക് മറ്റൊരാൾ ടേപ്പ് പിടിക്കണം. ഒരാൾ പെന്നും പേപ്പറും എടുക്കണം. ഒരാൾ അത് എഴുതിയെടുക്കണം. ഇവൻ എഴുതുന്ന സമയത്ത് ഈ മൂലയിൽ നിന്നും ആ മൂലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 ഏക്കർ സ്ഥലം അളക്കണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ആകാശത്തിന്റെ ഉയരവും സമുദ്രത്തിന്റെ ആഴവുമുള്ള യേശുവിന്റെ സ്നേഹത്തെ അളക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടത് കഴിയില്ല.
യേശുവിൻ്റെ സ്നേഹം അറിയാമെന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തറിയാം? എന്താണ് അറിയാവുന്നത്? നമുക്ക് ഒരു നുള്ളു മാത്രമേ അറിയൂ. എന്താണ്? ഇത്രയേ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. അവൻ്റെ സ്നേഹത്തെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അവൻ്റെ സ്നേഹം വർണ്ണിക്കുവാൻ കഴിയില്ല. അത് വിവരിക്കാൻ കഴിയില്ല. അത് വിവരിക്കാൻ വാക്കുകളില്ല. ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും ഒരുമിക്കണം. എൻ്റെ സഭയെന്നും നിന്റെ സഭയെന്നും അല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഭാരതത്തിലുള്ള എല്ലാ സഭയിലെ ആളുകളും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് പാട്ടുപാടിയാൽ, ഒരുമിച്ച് ആരാധിച്ചാൽ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അത് എത്ര അനുഗ്രഹീതമായിരിക്കും. അത് എത്രമാത്രം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. പിശാച് കുടുംബത്തെ ഛിന്നഭിന്നമാക്കുന്നത് പോലെ സഭയെയും ഛിന്നഭിന്നമാക്കുന്നു. ദൈവദാസന്മാരെ വേർതിരിക്കുന്നു. ഞാൻ നിന്നേക്കാൾ വലിയവനാണ്, നീ എന്നേക്കാൾ ചെറിയവനാണ്. നിങ്ങളുടെ സഭ ചെറുതാണ്, എൻ്റെ സഭ വലുതാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. ദൈവസന്നിധിയിൽ വലിയ സഭ, ചെറിയ സഭ, ഒരുപാട് ആളുകളുള്ള സഭ എന്നൊന്നുമില്ല. വലിയ സഭയിലെ പാസ്റ്റർ വലിയ ദൈവദാസൻ, ചെറിയ സഭയിലെ പാസ്റ്റർ ചെറിയ ദൈവദാസൻ എന്നൊക്കെ ആളുകൾ വിചാരിക്കും. ചാർലീസ് സ്പർജൻ എന്ന ഒരു ദൈവദാസൻ, പ്രിൻസ് ഓഫ് പ്രീച്ചർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് പോയി ചെന്ന് പറഞ്ഞു, ദൈവദാസ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടേത് ഒരു ചെറിയ സഭയാണ് എന്ന്. അപ്പോൾ സ്പർജൻ ചോദിച്ചു, ചെറിയ സഭയാണോ? അപ്പോൾ എത്ര ആളുകളുണ്ട്? അധികമൊന്നുമില്ല, ഒരു 50 ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവദാസ, ന്യായവിസ്താര സമയത്ത് 50 പേർക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കുന്നത് ചെറിയ പണിയല്ല, വലിയ കഷ്ടമായ കാര്യമാണ്. 50 ആളുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കുന്നത്, നിന്നെ ഏൽപ്പിച്ച സഭയിലെ ഓരോ ആളുകളുടെയും പേരുള്ള കണക്ക് നീ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുന്നത് അതൊരു ചെറിയ പണിയല്ല. പൗലോസ് പറയുകയാണ് ഇവിടെ, നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും എല്ലാം നാം മനസ്സിലാക്കണം. ഒരാൾ മാത്രമല്ല, എല്ലാവരും. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അതെല്ലാവരും നാം ഒരുമിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നാം എല്ലാവരും ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരുപാട് നന്മകളുണ്ട്, അതുപോലെ എൻ്റെ ജീവിതത്തിലും ഉണ്ട്. ഇതെല്ലാം നാം മനസ്സിലാക്കുന്ന സമയത്ത് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് അവനെ ആരാധിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇതാണ് പ്രാർത്ഥന. നിങ്ങൾ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ ഇവർക്കെല്ലാവർക്കും എഴുതിയ ലേഖനങ്ങൾ വായിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കാണുവാൻ കഴിയും. ആ സഭകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതായ ലേഖനം നോക്കിയാൽ അവൻ്റെ പ്രാർത്ഥന നോക്കുകയാണെങ്കിൽ അവർ ആത്മീയമായി ബലപ്പെടേണ്ടതിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. സ്വർഗീയ കുടുംബം എല്ലാവരും ബലപ്പെടണം. ഭൂലോകത്തിലുള്ള സകലരും അനുഗ്രഹിക്കപ്പെടണം. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ഐക്യത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എത്ര ആളുകളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? നിങ്ങൾ കൈ ഉയർത്താമോ? ഒരു സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞ സമയം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടയ്ക്കാണ് നിർത്തിയതെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് പതിയെ പതിയെ പ്രാർത്ഥന നിന്നുപോകും. അതുകൊണ്ട് വീണ്ടും ആരംഭിക്കണം. ഈ ദിവസം മുതൽ ആരംഭിക്കൂ. 2 പേർ ഉണ്ടായാൽ കുടുംബമാണ്. എവിടെയാണ് 2 or 3 പേർ കൂടിയാൽ? ചില സമയത്ത് നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം വരില്ലായിരിക്കാം, ഭാര്യ നിന്നോടൊപ്പം വരില്ലായിരിക്കാം. നീ ഒറ്റയ്ക്കാണെങ്കിലും ഇരിക്കൂ. നീ ഒരുവനുണ്ടെങ്കിൽ ദേശത്തെ നന്നാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ കുടുംബത്തെ നന്നാക്കില്ലേ? ഒരാൾ നിലനിന്നാൽ മതി, ഒരാൾ എൻ്റെ നാമത്തിൽ നിന്നാൽ മതി. എന്താണ്? മൂലക്കല്ലായി. എത്ര മൂലക്കല്ലാണ് ഇടുന്നത്? ഒറ്റക്കല്ല് മതി. ആ ഒറ്റക്കല്ലുകൊണ്ട് അതിനുമേൽ ബിൽഡിംഗ് കെട്ടുവാൻ കഴിയും. അതുപോലെ നീ ഒരുവനായി പ്രാർത്ഥിക്കൂ. നിന്റെ ഭാര്യ നിന്നോടൊപ്പം വരാനിടയാകും, നിന്റെ കുഞ്ഞുങ്ങൾ വരാനിടയാകും, നിന്റെ അച്ഛനും അമ്മയും വരാനിടയാകും. നിങ്ങൾ 2 പേർ ചേർന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഓരോരുത്തരും കൂടി വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടാനിടയാകും. ഇന്ന് സഭകളിൽ ചെന്ന് കഴിക്കുന്നതായ പ്രാർത്ഥന, സഭയിൽ കാണുന്നതായ ഭക്തി നോക്കിയാൽ അത് മതിയാകുന്നില്ല. ആർക്കും അത് പൂർണ്ണമായി ലഭിക്കുന്നില്ല, തൃപ്തിയാവുന്നില്ല. ഫാസ്റ്റ് ഫുഡാണ് നിങ്ങൾക്ക് പലപ്പോഴും തരുന്നത്. എന്തൊരു ഫുഡാണ്? ഇത് സമയമായതുകൊണ്ട് നിർത്തുകയാണെന്ന് പറയാറുണ്ടല്ലോ. അതെന്തൊരു ഫുഡാണ്? ഫാസ്റ്റ് ഫുഡ്. എന്താണിത്? ഫാസ്റ്റ് ഫുഡ്. എന്നാൽ നിന്റെ വീട്ടിൽ നീ മതിയാവോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ഭവനത്തിൽ നീ ഇരുന്നു കൊണ്ട്, അതൊരു പായിലാണെങ്കിലും കസേരയാണെങ്കിലും അവിടെ ഒരു ബെഞ്ചിലാണെങ്കിലും, നിന്റെ ഭവനത്തിൽ നീ ശാന്തമായി ഇരുന്നു കൊണ്ട്
പ്രാർത്ഥിച്ചാൽ സമയം പോയി, ബസ് ഇപ്പോൾ പോകും എന്നുള്ളതായ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായിട്ട് വൈകുന്നേരം നല്ലവണ്ണം പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. രാവിലെ കുറച്ച് പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം കൂടുതൽ പ്രാർത്ഥിക്കണം. രാവിലെ ചുരുക്കമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. രാവിലെ നീട്ടി പ്രാർത്ഥിച്ചാൽ ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് പോകും. അതുകൊണ്ട് രാവിലെ ചുരുക്കമായി പ്രാർത്ഥിക്കുക. എന്നാൽ വൈകുന്നേര സമയമാകുമ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് പൂർണ്ണമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി പ്രാർത്ഥന ചെയ്യുക. കുടുംബ പ്രാർത്ഥന നിങ്ങൾ 10 മിനിറ്റ് ഇരിക്കാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കാനിടയാകും. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിന്റെ കുടുംബത്തിൽ പിശാച് വരികയില്ല. നിന്റെ കുടുംബത്തിൽ പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. കൊറോണ വൈറസ് അല്ല, ജലദോഷം പോലും നിനക്ക് വരില്ല. എന്താണ്? ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. യഹോവയിൽ വിശ്വസിക്കുന്നവർക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ. നീ കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവിക ദൂതന്മാർ നിങ്ങളെ പരിപാലിക്കും. നിങ്ങളുടെ വീടിന് ചുറ്റും അവർ വേലി കെട്ടും. അതേസമയം നിങ്ങൾ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കി സിനിമാ പാട്ടൊക്കെ ഇട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. നാട്ടിലെ പിശാച് മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ വരുവാൻ ഇടയാകും. അതുകൊണ്ട് ജാഗ്രത. പിശാച് സിംഹത്തെ പോലെ എവിടെയാണ് പാപമുള്ളത്, എവിടെയാണ് ദുഷ്ടത ഉള്ളത് എന്ന് മനസ്സിലാക്കി വരും. എന്നാൽ പ്രാർത്ഥനയുള്ള സ്ഥലത്ത് നിന്നും ദുരാത്മാവ് ഓടിപ്പോകും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ഒരുപാട് സൂത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ എനിക്കറിയാവുന്നത് ഒന്നേ മാത്രം. പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭിന്ന അഭിപ്രായങ്ങൾ അപ്പോൾ തന്നെ ക്രമീകരിക്കുന്നതുകൊണ്ട്, അപ്പോൾ തന്നെ ക്ഷമിക്കപ്പെടുന്നത് കൊണ്ട് വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. 7 വർഷമായി എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം താമസിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയിരിക്കുന്നു, 3 മാസമായി കാര്യം ഞാൻ പറയുന്നു. ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ 3 നിമിഷം പോലും പിശാച് നിങ്ങളിൽ പ്രവർത്തിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ വേലിയുള്ളപ്പോൾ പിശാചിനവിടെ കയറുവാൻ കഴിയില്ല എന്നോർക്കണം. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമായ സമയം ആണിത്. പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുന്നതായ സമയമാണ്. കർത്താവേ, എന്നെ ദർശിക്കണമേ. കർത്താവേ, എനിക്ക് സഹായം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യതയില്ല കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല ദൈവമേ. ഇന്നു മുതൽ അത് ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എത്രമാത്രം ജോലിയുണ്ടെങ്കിലും മാർത്ത പലതിനെ ചൊല്ലി ആകുലപ്പെട്ടും വിഷാദിച്ചും ഇരുന്നു. എന്നാൽ ആവശ്യമായിരുന്നത് ഒന്നു മാത്രമാണ്: അവന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു കൊണ്ട് അവന്റെ ഉപദേശം കേൾക്കുന്നത്, അവന്റെ കൽപ്പന അനുസരിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറെ അത്യാവശ്യമായിരിക്കുന്നു. ഇതാ മരണം വഴികളിൽ കിടക്കുന്നു, മരണം വീതിയിൽ സഞ്ചരിക്കുന്നു. കൊറോണ വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം മുൻകരുതൽ എടുത്താലും യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. എൻ്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടണമേ. ഒരു ഭയവും എന്നെ തൊടാതിരിക്കാൻ, ഒരു അണുവും എന്നെ തൊടാതിരിക്കാൻ. രാത്രിയിലുണ്ടാകുന്ന ഭയത്തെയും പകൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും എനിക്ക് ജയിക്കേണ്ടതിനു വേണ്ടി നിന്റെ രക്തത്താൽ എന്നെ നീ കഴുകണമേ എന്ന് വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നുണ്ട് എന്ന വിശ്വാസം നിനക്ക് ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ വായ് തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീയാണ് എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവ്. നിന്നെ എൻ്റെ രക്ഷകനായി ഞാൻ അംഗീകരിക്കുന്നു. നീ ഇല്ല എങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല ദൈവമേ. ഈ പരീക്ഷ നിറഞ്ഞതായ ലോകത്തിൽ, ഈ അപകടം നിറഞ്ഞ ലോകത്തിൽ, ഈ നശ്വരമായ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നിന്റെ കൃപ എനിക്ക് വേണമേ. നിന്റെ ശക്തി എനിക്ക് വേണം കർത്താവേ. നിന്റെ സാന്നിധ്യം എനിക്ക് വേണം കർത്താവേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി, 2 കരങ്ങളും ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. എല്ലാ കുടുംബത്തിലും ക്രിസ്തുവിന് 1-ാം സ്ഥാനമുണ്ടാകുവാൻ നീ സഹായിക്കണമേ. പിശാചിന് ഞങ്ങളുടെ ഭവനത്തിൽ ഒരിടത്തിലും ഒരു സ്ഥാനവുമില്ലാതെ പിശാചിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വെളിയിലാക്കുന്നതിനായി കർത്താവെ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് തിരുരക്തത്താൽ ശുദ്ധീകരിക്കുകയാണ് പിതാവേ. ദുഃഖങ്ങൾ കൊണ്ടുവരുന്നതായ, രോഗങ്ങൾ കൊണ്ടുവരുന്നതായ, പാപത്തിലേക്ക് ഞങ്ങളെ പിടിച്ചു വലിക്കുന്നതായ പിശാചിന്റെ സകല തന്ത്രങ്ങളെയും നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭത്സിച്ചകറ്റുകയാണ് കർത്താവേ. ജയജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ